ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ചിട്ടുള്ള ചാനലാണ് മഴവിൽ മനോരമ. പലപ്പോഴും നോവലുകളാണ് മഴവിൽ മനോരമയിൽ സീരിയലുകളായി എത്താറുള്ളത്. അത്തരത്തിൽ മഴവിൽ മനോരമ സംപ്രേക്ഷണം ചെയ്ത മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സീരിയലാണ് മഞ്ഞുരുകും കാലം. മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിഖിത രാജേഷ് എന്ന കുട്ടിത്താരമാണ്. ജാനിക്കുട്ടി എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് മഞ്ഞുരുകും കാലം എന്ന സീരിയൽ പറഞ്ഞത്. തഹസിൽദാറായ വിജയരാഘവന്റെയും രത്നമ്മ ടീച്ചറുടെയും ദത്തുപുത്രിയായി എത്തുന്ന ജാനകി എന്ന ജാനിക്കുട്ടിയെ പ്രേക്ഷകർ മനസ്സിൽ ചേർത്ത് വെക്കുകയായിരുന്നു. ഇന്നും മലയാളികൾക്ക് ജാനിക്കുട്ടി എന്ന പേര് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നിഖിതയുടെ മുഖം തന്നെയാണ്. ബാലതാരമായി മിനി സ്ക്രീൻ രംഗത്ത് സജീവമായ ആളാണ് നിഖിത രാജേഷ്. സീരിയൽ സംവിധായകനായ രാജേഷിന്റെയും ഫോറസ്റ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ ചിത്രയുടെയും ഒരേയൊരു മകളാണ് നിഖിത. തിരുവനന്തപുരം സ്വദേശിയായ നിഖിതയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിൽ നിന്നുമാണ്. ഇന്ന് താരം ഉപരിപഠനത്തിന്റെ തിരക്കിലാണെങ്കിലും സീരിയലുകളിലും സജീവമാണ്. 3.5 വയസ്സിലാണ് നിഖിത അഭിനയത്തിലേക്ക് ആദ്യം എത്തുന്നത്. നിഖിതയുടെ ആദ്യ സീരിയൽ സംവിധായകൻ കൂടിയായ അച്ഛന്റെ സുഹൃത്ത് വഴിയാണ് ലഭിച്ചത്. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലൂടെയാണ് നിഖിത ആദ്യമായി മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തിയത്. ഏഷ്യാനെറ്റിൽ ഇന്ന് വളരെ പ്രശസ്തമായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സീരിയലാണ് മഴ തോരും മുൻപേ. മഴ തോരും മുൻപേയിലെ അലീന എന്ന കഥാപാത്രത്തെ നമ്മൾ എല്ലാവരും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. മഞ്ഞുരുക്കും കാലത്തിലെ ജാനിക്കുട്ടിയാണ് ഈ മഴ തോരും മുന്നേയിലെ അലീന. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലെ അന്നമോൾ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു ബാലതാരമായി നിഖിതയുടെ അഭിനയത്തിലേക്കുള്ള കടന്നുവരവ്. പിന്നീട് നിരവധി കഥാപാത്രങ്ങളുമായി നിഖിത എന്ന കുഞ്ഞു താരം മിനി സ്ക്രീനിൽ നിറഞ്ഞു. അങ്ങനെ പ്രേക്ഷക പ്രീതി നേടുവാനും അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നാൽ പിന്നീട് നിഖിത പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി സജീവമായത് മഴവിൽ മനോരമയിലെ മഞ്ഞുരുക്കും കാലത്തിലെ ജാനിക്കുട്ടിയായിട്ടാണ്. ജാനിക്കുട്ടിയായി മലയാളക്കരയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ 10ാം ക്ലാസ്സുകാരിക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതും അപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നതും. എന്നാൽ പിന്നീട് അന്യഭാഷയിലെല്ലാം തിരക്കേറുന്ന നിഖിതയാണ് നമ്മൾ കണ്ടത്. 10ാം ക്ലാസ്സിൽ ഫലം വന്നപ്പോൾ ഉയർന്ന മാർക്കോടെ തന്നെയായിരുന്നു നിഖിതയുടെ വിജയവും. ഇപ്പോൾ താരത്തിന് 25 വയസ്സാണ് പ്രായം. ഡിഗ്രിയാണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത. എപ്പോഴും തിരക്കിലായിരിക്കുമ്പോൾ പോലും താരം എപ്പോഴും തന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 20 വയസ്സുള്ളപ്പോൾ പോലും 30 വയസ്സിന്റെ പക്വതയുള്ള പെൺകുട്ടിയായിരുന്നു നിഖിത. താരത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല. എന്നാൽ താരത്തെക്കാൾ പ്രശസ്തനാണ് നിഖിതയുടെ അച്ഛൻ. അതെ, നിഖിതയുടെ അച്ഛൻ ഒരു സംവിധായകനാണ്. രാജേഷ് എന്നാണ് പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഫീൽഡുമായിട്ട് നിഖിതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ആദ്യ സീരിയൽ ചെയ്തപ്പോൾ പുതിയതായി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു പരിഭ്രമമുണ്ടല്ലോ, അതൊന്നും നിഖിതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് താരം പറയുന്നത്. കാരണം തന്റെ വീട്ടിൽ തന്നെ തന്റെ അച്ഛൻ ഈ ക്യാമറയെല്ലാം ഉപയോഗിച്ച് നല്ല പരിചയമുള്ള ആള് തന്നെയായിരുന്നു. അച്ഛനെ പോലെ തന്നെ അമ്മയും വലിയ ഉദ്യോഗസ്ഥ തന്നെയാണ്. ഫോറൻസിക്കിലാണ് നിഖിതയുടെ അമ്മ ജോലി ചെയ്യുന്നത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. എന്തായാലും താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. 25 വയസ്സ് കഴിഞ്ഞ താരം ഇപ്പോൾ വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്നാണ് ചില റൂമറുകൾ എത്തുന്നത്. ആരാണ് നിഖിതയുടെ വരനെന്നും അന്യഭാഷാ താരമാണോ ആളെന്നും പലരും ചോദിക്കുന്നുണ്ട്.